ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കുറച്ച് സാക്ഷ്യം ഉണ്ടായിരുന്നു. വളരെ നിഷ്കളങ്കമായ സാക്ഷ്യം. ഞാൻ സാധാരണ കുട്ടികളുടെ സാക്ഷ്യം എടുക്കാറില്ല. കാര്യം അവരെ പലപ്പോഴും മുതിർന്നവരെ പോലെയും ഉടമ്പടിയുടെ മെക്കാനിസമൊക്കെ മനസ്സിലാക്കിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നവരല്ല. അവർ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ പഴയ പ്രാർത്ഥനയുടെ ആ ഒരു മേഖലയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ അവൻ പറയണ പോലെ ചെയ്ത് ആ ഫോർമുല ഉപയോഗിച്ച് ടൈം ഷോർട്ടനിങ് നടത്തുക, ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാക്കുക, നോട്ട് ബൈ മെറ്റ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആലോചിച്ചല്ല ഇവർ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഒരു സാധാരണ കാഷ്വലായിട്ട് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ 18 വയസ്സുകാരും. അപ്പം അവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇപ്പോഴേ ഈ പരീക്ഷക്കാലമായതുകൊണ്ടാണ് ഈ ടൈമിൽ കുറച്ച് പരീക്ഷ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം എന്ന് പറയണത് ഒരു 10-18 പിള്ളേർ ഒരുമിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞൊരു ദിവസം, ഒരേ പ്രായത്തിലുള്ള അവർ BSc നേഴ്സിംഗ് സ്റ്റുഡൻസാണ്. BSc നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ആന്ധ്രയിൽ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ സാക്ഷ്യം അവതരിപ്പിക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടു കാണാം. ആ സാക്ഷ്യം കേട്ടത് കൈപൊക്കിക്ക് ഉണ്ട്. സൂപ്പർ, താങ്ക് യു. 40% ആൾക്കാർ സാക്ഷ്യം കേൾക്കുക. ആ സാക്ഷ്യത്തിൻ്റെ ഘടകങ്ങൾ നോക്കണം നല്ലതായിരിക്കും. ഇപ്പോൾ സാക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയിലെ കുട്ടികൾ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ അവരുടെ പരാതി നോട്ട് ബൈ മെരിറ്റ് പറയണത് എന്താണ്, അവരുടെ മെരിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെരിറ്റില്ല. എന്താ കാര്യം? ഒന്ന്, അവരെല്ലാവരും ആവറേജ് സ്റ്റുഡൻസാണ്. അതാണ് അവരുടെ മെരിറ്റ്. യോഗ്യതയില്ല, കരകയറാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ടത് ഞങ്ങളെല്ലാം ആവറേജ് സ്റ്റുഡൻസാണ്. രണ്ടാമത്തത് അവരുടെ ഒരു ഡീമെരിറ്റ്. അതുകൊണ്ട് ഡീമെരിറ്റ്സിൻ്റെത് വരുന്ന കീഴാണ്. കാര്യം നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഡീമെരിറ്റ് പരിശോധിക്കണം. അയോഗ്യത എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ് അയോഗ്യത? എന്താണ്? ആവറേജ് സ്റ്റുഡൻസാണ്. രണ്ടാമത്തെ അവിടെ അയോഗ്യത, അവരെ ഒരു ഇതുപോലെ അവരുടെ കൂട്ടത്തിൽ സീനിയറായിട്ടുള്ള കുറച്ച് ഇൻ്റലക്റ്റായിട്ടുള്ള കുറച്ച് നഴ്സുമാരുണ്ടായിരുന്നു, ചേച്ചിമാർ. ഇവരുടെ ഗതികേട് കാരണം ആ ചേച്ചിമാർ വൈകുന്നേരങ്ങളിൽ സമയം കിട്ടുമ്പോഴേക്കും ഇവർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു, എക്സ്ട്രാ ട്യൂഷൻ എടുക്കുമായിരുന്നു നഴ്സിങ്ങിന്, ഇവരെ കരകയറ്റി കൊണ്ടുവരാൻ വേണ്ടി. ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു രക്ഷപ്പെടുക. കാര്യം ഭയങ്കര ലോണൊക്കെ എടുത്ത് പോയിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അതിനിടയ്ക്ക് റിസ്ക്കാണ്. ഇവർക്ക് പഠിക്കാനുള്ള ആ ഒരു കൊതി കൊണ്ട് നീന്തി കയറാൻ വേണ്ടിയുള്ള ഒരു എല്ലാ നിവൃത്തിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. പപ്പായും മമ്മിയും കുറച്ചും വയസ്സാകും. കുടുംബത്തെ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും പോയി രക്ഷപ്പെടണം. അതുകൊണ്ട് പഠിക്കാതിരിക്കാനും പറ്റത്തില്ല, പഠിക്കാനുള്ള കഴിവുമില്ല, അതിനുള്ള കാശുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് എങ്കിലും ഇവർ ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്ത്, പക്ഷെ അത് അവർക്ക് തികഞ്ഞില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് ഡീമെരിറ്റുണ്ട്, തികഞ്ഞില്ല. അതുകൊണ്ട് അവസാനം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫീസിൻ്റെ സമയമായല്ലോ, പൈസ വല്ലതും വേണ്ടി വരുമോ എന്ന്. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഹെൽപ്പിങ്. അതാണ് ദൈവം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് പരീക്ഷ ഫീസ് അടക്കാൻ കാശില്ല, പക്ഷെ അവർ ചോദിക്കാതെ തന്നെ മറ്റുള്ളവർ ഇവരോട് പറയുകയാണ്. അപ്പോൾ അതൊരു ഡീമെരിറ്റ്സാണ് ഇതിൻ്റെ അകത്ത്. പണം പഠിക്കാനുള്ള പൈസ ഇല്ലാതെ വരുന്നത്. രണ്ടാമത്തത് എന്താണ്? മാർക്കില്ല. മൂന്നാമത്തത് ഇവരുടെ ഡീമെരിറ്റ്സ് എന്ന് പറയുന്നത്, ഇവരൊരു മെൻറ്ററിനെ പോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സീനിയേഴ്സ് ഉണ്ട്. സീനിയേഴ്സിൻ്റെ ഡ്യൂട്ടി ടൈം മാറിപ്പോയി. ഇവർ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആകത്തില്ല, അവർക്ക് ഡ്യൂട്ടി ആവും. അത് പരീക്ഷയുടെ സമയം വന്നപ്പോഴാണ് ഇങ്ങനെ വന്ന ഒരു പ്രശ്നം വന്നത്. യുദ്ധം നടക്കാൻ പോകുമ്പോഴാണ്
കുതിരപ്പടയാളികളെ കാണാതിരിക്കണമെന്ന അവസ്ഥയാണ്. യുദ്ധം നടക്കാൻ മുമ്പാണ് കാണാത്തത്. ഇപ്പോൾ ഈ പരീക്ഷ തുടങ്ങണ ഒരു 2 ആഴ്ച ആയപ്പോൾ തന്നെ ഡ്യൂട്ടി ടൈമെല്ലാം ചേഞ്ച് ചെയ്തു പോയി. ഇവരെ തമ്മിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. തമ്മിൽ പോലും കാണാൻ 3 ഡീമെരിറ്റ്സ് വന്നു. ഇപ്പോൾ ഈ 3 ഡീമെരിറ്റ്സ്, ഒന്ന് സാമ്പത്തികമാണ്, രണ്ടാമത്തത് അവരുടെ ആവറേജ്, മൂന്നാമത്തത് അവരെ പഠിപ്പിച്ച ആളിൻ്റെ ഡ്യൂട്ടി മാറി, എല്ലാം ഒന്നിനൊന്ന് താഴേക്ക് തട്ടി താഴേക്ക് പോണ അവസ്ഥയാണ്. ഈ ഡീമെരിറ്റ്സിലാണ് ഇവർ ഉടമ്പടി ചെയ്യണത് മാതാവുമായിട്ട്. ഇതിൽ മാതാവിനോട് പറയാം, അമ്മേ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, കര കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം തീർന്ന്, കര കയറാനുള്ള അമ്പയറുമില്ല, അപ്പം അമ്മ മാത്രമേ അഭയമുള്ളൂ. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇത് പഠിപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, അവർക്ക് പല ചാപ്റ്റേഴ്സും മനസ്സിലാകാത്തത് കൊണ്ട് ഇവർ പരീക്ഷയുടെ ദിവസം രാത്രിയായപ്പോൾ പഠിത്തം നിർത്തിയവർ. കാര്യം ഇനി മുന്നോട്ട് നീന്തിയാൽ കയറത്തില്ലെന്ന് പറയും. അപ്പോൾ നീന്തി പോകുമ്പോൾ നമ്മൾ തളരത്തില്ലേ. അപ്പം ചില ആൾക്കാർ വലിയൊരു രക്ഷിക്കണമെങ്കിൽ കൈപൊക്കാൻ വേണ്ടി കൈപൊക്കി കാണിച്ചിട്ട് ചിലപ്പോൾ രക്ഷിക്കും, ചിലരെങ്കിൽ മുങ്ങിപ്പോവും. അങ്ങനെയാണ്. അതുപോലെ ഇവർക്ക് പഠിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പോൾ ഇവരെന്നാ ചെയ്ത്, ഹോസ്റ്റലിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി ഇത് കരഞ്ഞ് അവരുടെ ജീവിത പ്രശ്നം കേൾക്കണമേ. അപ്പം അവരുടെ ജീവിത പ്രശ്നം അവരുടെ പ്രശ്നമാണ് ശരിക്കും, അത് അവർക്ക് വലിയ പ്രശ്നമാണത്. അമ്മ പറഞ്ഞു, അമ്മ അല്ലാതെ വേറെ ഒരു മാർഗമില്ല, ഞങ്ങൾ ഇങ്ങനെ സിങ്കായിക്കൊണ്ടിരിക്കുകയാണ്, ഈ പരീക്ഷ അമ്മ എഴുതണം, ഞങ്ങൾ അമ്മ തോറ്റ പോലെ ഞങ്ങൾ കണക്കാക്കുമെന്ന്. പ്രാർത്ഥനയൊക്കെ ഭയങ്കര രസമാണ്, ഇവരുടെയൊക്കെ പ്രാർത്ഥന രസമാണ് കേൾക്കാൻ. അതായത് ഈ പരീക്ഷ അമ്മ എഴുതണം, ഞങ്ങൾ അമ്മ തോറ്റ പോലെ കണക്കാക്കും, അപ്പം അമ്മ തോക്കരുത്. അപ്പം പട്ടാങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ, അവസാനം പട്ടാങ്ങിയാണ്. ആ പ്രായക്കാരുടെ ഒരു പ്രാർത്ഥനയല്ലേ, നിവൃത്തിയില്ല വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു എളിമയുണ്ട്, ഒരു വിനയമുണ്ട്. ദൈവതിരുസന്നിധിയിൽ കൊണ്ടുവന്ന് വാള് വെച്ച് കീഴടങ്ങുകയാണ്. എന്താണ്, ഞങ്ങൾ തോറ്റാൽ അമ്മ തോറ്റപ്പോയാവും, ഞങ്ങൾക്ക് വേറെ അമ്മയല്ലാതെ വേറെ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എൻ്റെ പേര് ലളിത, എൻ്റെ സ്ഥലം ഗുരുവായൂർ. 2022 ഫെബ്രുവരി 19 ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടി എടുത്തിട്ട് അമ്മ മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾ, എനിക്ക് 25 വർഷമായിട്ട് പാരൻസിൻ്റെ തലയേറ്റായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. തല ഒന്ന് വലത്ത് വശം തീരെ എനിക്ക് അനക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഗുളിക പോലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തല കറങ്ങി വീഴും. അങ്ങനെ വലത്ത് ഭാഗം കിടക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു വർഷത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് രോഗം കൂടുതലായപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആളെ കുട്ടി വരണം, ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ മാതാവുണ്ടല്ലോ, ജ്ഞാനം 16 കർത്താവ് വരല് ചെയ്യുന്നു, മരുന്നോ ലേപനമല്ല, അങ്ങോട്ട് വചനത്താൽ ശക്തിയാലും എനിക്ക് സൗഖ്യം തന്നു മതി എൻ്റെ അമ്മേ, ഞാൻ മരുന്ന് കഴിക്കില്ല, എൻ്റെ അമ്മ മാതാവും ഡോക്ടർ എൻ്റെ ഈശോയാണ്, ഈശോ അമ്മ മാതാവാണ്, എനിക്ക് അങ്ങനെ സൗഖ്യം തന്നാൽ മതി പറഞ്ഞു. പിന്നെ എനിക്ക് ആ വീട്ടിൽ തന്നെ കണ്ണോപ്പറേഷൻ വന്നു. അപ്പോൾ എൻ്റെ ഇടത്തെ കണ്ണിലാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ വശം കിടക്കാൻ പാടില്ല, വലത്ത് വശം കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ മാതാവേ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ മാതാവേ, ഞാൻ കഷ്ടത്തിലായല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സൈഡ് വെറുതെ ഇതായതാ. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി, വലത്തെ സൈഡ് വെച്ച് തന്നെ കിടന്നുറങ്ങിപ്പോയി. എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു തലച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ എൻ്റെ അസുഖം പൂർണ്ണമായി മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഇടുപ്പിന് താഴെ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഇതേപോലെ ഞാൻ വീട്ടിൽ പറയില്ല, എൻ്റെ അമ്മ മാതാവുണ്ടല്ലോ, ഈശോ ഉണ്ടല്ലോ. അപ്പം ഞാൻ തൈലം പറ്റും, ഉപ്പ് കഴിക്കും, തേൻ കഴിക്കും, മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ ആ മുഴ ഡോക്ടറെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ലായിരുന്നു. അപ്പോൾ ആ മുഴ അതുവരി മാറിക്കിട്ടി എനിക്ക്. പിന്നെ അത് കൂടാതെ എനിക്ക് കണ്ണിൽ 2 കൊല്ലമായി തുടങ്ങിയിട്ട് പീള വരലും മങ്ങച്ചിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണ് ഞാൻ വീട്ടിൽ പറയില്ല, അതും ഞാൻ വീട്ടിൽ പറയില്ല. ഇവർ എന്തെങ്കിലും ഡയഗ്നോസിച്ച് ഞാൻ പറയില്ല. പിന്നെ എനിക്കെൻ്റെ മനസ്സിലെ വിശ്വാസം എൻ്റെ മാതാവ് മാറ്റിത്തരും. എൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? ഞാൻ എവിടെയും പറയും, അല്ല മാറിയതിന് ശേഷം ഞാൻ പറയും.
അങ്ങനെ അതും എനിക്ക് 2 കൊല്ലമായിട്ടുണ്ടായതായിരുന്നു. അതും അമ്മ മാതാവ് മാറ്റി തന്നു. പിന്നെ എനിക്ക് ആമവാദമായിരുന്നു. അത് ഞാൻ ഇവിടേക്ക് ഫസ്റ്റ് വരുമ്പോൾ കാറിലാണ് എന്നെ കൊണ്ടുവന്നത്. അതിന് ശേഷം ഇപ്പം അമ്മമാതാ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് നേർച്ച വസ്തു ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ ഫലമായി എനിക്കത് മാറിക്കിട്ടി. മുട്ട് എനിക്ക് മടക്കാൻ പറ്റിയിരുന്നില്ല. അതും ഞാൻ വരി നേർച്ച വസ്തു പറ്റി പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് എൻ്റെ അമ്മവാദം മാറ്റി തന്നു. പിന്നെ എനിക്ക് കോവിഡ് വന്നിട്ട് ഫസ്റ്റ് കോവിഡ് വന്നിട്ട് അത് ഞങ്ങൾക്ക് പപ്പടത്തിൻ്റെ ബിസിനസ്സാണ്, കമ്പനി പൂട്ടി. ഇനി രണ്ടാമത്തെ കോവിഡ് വന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാവർക്കും കോവിഡ് വന്നു. അപ്പോൾ പിന്നീട് മോഹനാ പറഞ്ഞത് അമ്മയെ കോവിഡാണ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവർക്കും വന്നപ്പോൾ ഞങ്ങൾക്ക് കമ്പനി പൂട്ടിയാൽ പിന്നെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അമ്മമാരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കമ്പനി പൂട്ടരുത്, എൻ്റെ ജീവിത പങ്കാളിക്ക് അസുഖം കോവിഡ് വരരുത്, പണിക്കാർക്കും വരരുത്. അത് പറഞ്ഞിട്ട് ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഈ പണിക്കാർക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ഞാൻ മാസ്ക് വയ്ക്കും, അമ്മമാരോട് പ്രാർത്ഥിക്കും, പണിക്കാർക്കൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ പണിക്കാർക്കോ ഒന്നും വന്നില്ല. അതുകൂടാതെ മക്കളുടെ 3 പേരും തളർന്നെടുക്കുക കോവിഡായിട്ട്, അതിനൊപ്പം വയറിളക്കും ഛർദി. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, ജീവിത പങ്കാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വരും. അപ്പം ഞാൻ അമ്മമാരോട് പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ മലന്ന് കിടന്നിട്ട് കൊന്തെടുത്ത് 50 പ്രാവശ്യം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് കസേരയിൽ വന്നിരുന്നിട്ട് ചിരിച്ചിട്ട് എന്താ പ്രശ്നം, അയ്യോ മാതാവല്ലേ ഇത് എന്ന് വെച്ചിട്ട് ഞാൻ കണ്ണ് തുറന്നപ്പോൾ മാതാവിനെ കാണാനില്ല. നോക്കുമ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അപ്പം എനിക്ക് ഗുളിക കഴിക്കാനുണ്ട്, ഷുഗർ ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിനോട് പോയിട്ട് പറഞ്ഞു, അമ്മേ ഞാനൊരു പഴം കഴിക്കുന്നുണ്ട് അമ്മേ, എനിക്ക് ഗുളിക കഴിക്കാണ്ട്, അത് കാരണം അമ്മേ എനിക്ക് ഒന്നും ഉണ്ടാവല്ലേട്ടോ അമ്മേന്ന്. അങ്ങനെ മാതാവിൻ്റെ രൂപത്തിനോടെ പഴം കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പഴം കഴിച്ചു, ഗുളികയും കഴിച്ചു. എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. അവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് മുഴുവൻ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അവർക്കൊന്നും വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ മാറി കിട്ടി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 5 കൊല്ലമായിട്ട് പാമ്പ് വരുമായിരുന്നു. എന്നും ഞങ്ങൾ സിറ്റ് ഔട്ടിൻ്റെ അവിടുന്ന് ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ പാമ്പ് കൈമിലേക്ക് വീഴും. അങ്ങനെ ഞാൻ അയ്യോ പെള്ളിക്കെട്ടനാണ്, നല്ല വിഷമുള്ള പാമ്പാ, അയ്യോ അമ്മയും ഇത് വീണല്ലോ ശരിക്കും. അത് 5-6 കിട്ടും. അത് എവിടുന്നാണ് വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഗ്രില്ല് തുറക്കുമ്പോൾ അപ്പം വീഴും, കൈമില വീഴുക. മാതാവിൻ്റെ നേരത്തെ ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഈ വർഷം ഈ സമയമായപ്പോൾ ഞാൻ അമ്മേ പാമ്പ് വരുന്നുണ്ടല്ലോ അമ്മ, എനിക്ക് പേടിയായിട്ട് പോയി അമ്മേ, എൻ്റെ അമ്മ മാതാവിക്ക് കാണിച്ചു താ അമ്മേ പാമ്പിനെ, എനിക്ക് നല്ല പേടിയാണ് പാമ്പിനെ. കുഞ്ഞു മക്കളാണ്, അവരെപ്പോഴും അടുത്ത് മോൻ്റെ വീടുണ്ട്, അവിടേക്ക് ഇറങ്ങാനും പോക്കാണ്. രാത്രിയിൽ എന്താ ചെയ്യുക, ഞാൻ ആകെ വിഷമിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് പകല് മകള് പഠിക്കാൻ പോവുക. അപ്പോഴുണ്ട് ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഗില്ലിൻ്റെ അവിടെ പാമ്പിൻ്റെ വാള അത് കിടക്കുന്നു. അത് കണ്ടോടുകൂടി എനിക്ക് ആകെ വിഷമമായി. എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ എന്താ ചെയ്യുക ദൈവമേ, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണല്ലോ പാമ്പ് എന്ന് വെച്ചാൽ ആകെ വിഷമിച്ച്, നല്ല വിഷമുള്ള പാമ്പല്ല. അങ്ങനെ ഞാൻ ഉപ്പിരുന്നത്, ഞാൻ എന്നും പുറത്തൊപ്പ് വെതറുക. കാരണം പാമ്പ് പുറത്തുനിന്നല്ലേ വരുന്നിച്ചിട്ട്, തൊട്ട് കാടും പുല്ലൊക്കെ ഉണ്ട്. അപ്പം പുറത്തുനിന്നല്ലേ പാമ്പ് വെച്ചിട്ട് ഞാൻ എന്നും പുറത്താണ് വെതറ്. ഇത് കണ്ടവിടെ കൂടിയിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വെതറി. അന്ന് തന്നെ രാത്രി ഗ്രില്ലിൻ്റെ അവിടെ ഈ ടൈലിൻ്റെ ഗ്രില്ലും ടൈലും കൂടിയുള്ള ആ ഗ്യാപ്പിലാണ് പാമ്പ് ഞങ്ങൾ അപ്പോഴാണ് കണ്ടത്. ആ പാമ്പ് ഇങ്ങനെ തല ഉയർത്തിയിരിക്കുന്നത് മോൻ കണ്ടോട് കൂടിയിട്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. ഇതിൻ്റെ കിട്ടണമില്ല, ടൈലിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ജീവിതാങ്കാളി വേഗം ഇത്തിരി മണ്ണെണ്ണ വെതറി പാമ്പ് പുറത്തേക്ക് ചാടി. അങ്ങനെ അതിനെ ഓടിച്ചു കളഞ്ഞു. അത് ഭയങ്കര വലിയൊരു ആപത്തിൽ നിന്നാണ് അമ്മ മാതാവ് ഞങ്ങൾ രക്ഷിച്ചത്. വളരെ എന്തെന്നാ പറയുക, എൻ്റെ കുട്ടികളെ കടിച്ചു കഴിഞ്ഞാൽ അത്ര ഇതാവും. 5-6 പാമ്പിനെ എല്ലാ വർഷവും കാണും. 5 വർഷമായിട്ട് 5-6 പാമ്പും കുട്ടികളെ കാണും. ഇത് വിരിച്ചിറങ്ങണം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. ഈ 5 വർഷമായിട്ട് ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആരും കണ്ടില്ല. പുറത്ത് പാമ്പിനെ കാണും, ഗ്രില്ലിൻ്റെ ഉള്ളിൽ ടൈലിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ മാതാവ് എനിക്ക് വളരെയധികം ഉപകാരം ഇത് തന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സഹായിച്ചു. ഞാൻ എത്ര അസുഖം, എന്ത് നല്ല അസുഖം വന്നാലും ഞാൻ അപ്പോൾ അമ്മേ എൻ്റെ അമ്മയുടെ തൈലം, എനിക്ക് അമ്മ ഉണ്ടല്ലോ, എൻ്റെ അമ്മ മാതാവ് ഈശോ ഉണ്ടല്ലോ, ഞാൻ ഡോക്ടറെ കാണിക്കില്ല കേട്ടോ. ഇത് തൈലം പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറി കിട്ടി. എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അവനെ
എല്ലാവരും എന്നെ ചീത്ത പറയും, ഭ്രാന്താണ്, ഉടമ്പെടുത്ത ശേഷം ഭ്രാന്താണ്. മദർ ഞാൻ എല്ലാവരും കാഞ്ഞിപ്പുറത്തി പറഞ്ഞവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും, നല്ല മാതിരി സാധനം കൊടുക്കും. അപ്പോൾ പറയും മദർ തെരേസയാണ്. അങ്ങനെയൊക്കെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. അതൊന്നും ഞാൻ വായിക്കില്ല. എൻ്റെ അമ്മ ഇന്ന് ഞാൻ പോരുമ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് പോകാൻ ജീവിതങ്ങളിൽ പറഞ്ഞു, നീ എന്തിനാ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇത്ര അസുഖം മാറിയിട്ടുണ്ടല്ലോ, അതൊക്കെ മാറിയില്ലേ, പിന്നെന്താ, ശരി പൊക്കോ പറഞ്ഞു. അങ്ങനെ എനിക്ക് വളരെയധികം ഉപകാരം അമ്മമാരോ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാല് മുട്ടുമടക്കാൻ പറ്റാണ്ട് എനിക്ക് വിഷമമായിരുന്നു. അതും അമ്മമാതാണ്ട് പ്രാർത്ഥന തൈലം പറ്റി പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് മാറി കിട്ടി. പിന്നെ വീട്ടിൽ മനസ്സമാധാനം ഇല്ല, അതിനും സമാധാനം കിട്ടി. പിന്നെ കാലിൻ്റെ പ്രവൃത്തി ഞാൻ പത്രം ഞാൻ കൊടുത്തത് എൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിയിലാണ്, പാലിയൂർ പള്ളിയിലും പാവർട്ടി പള്ളിയിലും. അപ്പോൾ അച്ചവിടെ പറയുമ്പോൾ പോയിട്ടുണ്ട് അവിടെ കൊടുക്കാൻ പാടില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് പത്രം കൊടുക്കും. അവിടെ പോയിട്ട് ലോക്കറ്റ്, പിന്നെ നേർച്ച ദിവസം ഉപ്പ്, തൈലം, ഉപ്പ് തേനൊക്കെ കൊടുക്കും. പിന്നെ രോഗികൾക്ക് ഞാൻ പൈസ എന്നാലും കഴിയുന്ന പൈസ, മിക്ക ആൾക്കാർക്കും ഞാൻ പൈസ കൊടുക്കും. പിന്നെ അനാഥാലയത്തിൽ പോവും, അവിടെ ഞാൻ ചോറ് പൊതി കൊടുക്കും. ഒരു ദിവസം ഞാൻ എന്തായാലും നീ എന്തിനാ ഇതിങ്ങനെ കൊടുക്കണ്ട ഗവൺമെൻറ്റാണ്ട് കുത്തിരുത്തോടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ചോറൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ജീവിതങ്ങളിൽ ചോറ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഈ 10 ചോറ് പൊതി ഞാൻ ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പൊതിഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഇത് ഞാൻ പൊതി കെട്ടി കവറിലാക്കുന്നവരെ എൻ്റെ ജീവിതം കളിനെ ഉറക്കണം കേട്ടാ, എനിപ്പിക്കരുതിട്ടമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഈ 10 അവിയൽ സാമ്പാർ അത്യാവശ്യം കറിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് പൊതിയൊക്കെ കെട്ടി കവറിലാക്കി വെച്ചിട്ട് അതിന് ശേഷം ജീവിതങ്ങൾ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാത്തൂന് തയ്ക്കാൻ കൊടുക്കാൻ പോട്ടെ പറഞ്ഞു. ഞാൻ കൊണ്ടുപോകാറ്. അല്ല വേണ്ട, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് പറഞ്ഞു. ഞാൻ ഓരോ ഓട്ടോ വിളിച്ചേ ഈ ചോറും കൊണ്ട് പോയിട്ട് വഴിയരക്കുള്ള ആൾക്കാർക്ക് കൊടുത്തു. അതുപോലെ മെഡിക്കൽ കോളേജിൽ ഞാൻ പൊതിച്ചോറ് മേടിച്ചിട്ട് അവിടെ കൊടുത്തു. പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ ആഴ്ചയിലും ഞാൻ കുറേ നാളായി, 33 കൊല്ലമായി ഞാൻ തമ്പരാനിലേക്ക് വന്നിട്ട്. അമ്മമാതാവിനെ അറിഞ്ഞിട്ട് 2022 അമ്മാവനെ അറിഞ്ഞ്. അതിൻ്റെ മുന്നേ ഞാൻ ഇഷ്ടംമാതിരി ആൾക്കാർക്ക് ഞാൻ കൊടുക്കും, ഭക്ഷണം കഴിച്ചും പൈസ ആയിട്ടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ച എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായിട്ട് 2-3 ആൾ വരും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും. ഞാൻ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ വീട്ടിൽ ചീത്ത തന്നു. ഇപ്പോൾ അവരൊന്നും മിണ്ടില്ല, കൊടുത്തോട്ടെ എന്ന് പറയും, ഒരക്ഷരം പറയില്ല. അങ്ങനെ അമ്മമാതാവ് എനിക്ക് എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മമാതാവ് തരും, എന്ത് ചോദിച്ചാലും തരും. ഞാൻ എന്ത് വിഷമിച്ച അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കാര്യക്ക് സഹായിച്ചു തരും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. ഡേവിസ്, ഞാൻ ചാലക്കുടിക്ക് അടുത്ത് ആളൂരിന്ന് വരുന്നു, സെൻറ്റ് ജോസഫ് ഇടവക. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യം ആയിട്ട് ഉടമ്പടി എടുത്തത് 2023 ജനുവരി 23-ാം തീയതിയാണ്. അത് ഞാനൊരു 2 വാക്കത് പറയാം. അത് ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞങ്ങളുടെ ഇടവക പെരുന്നാൾ ജനുവരി 26-27 അപ്പോൾ എനിക്ക് ആ ജനുവരി 26-ാം തീയതി വരെ ഒന്ന് കടന്നു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മദ്യപാനം നല്ലോണം ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പെരുന്നാൾ കഴിയുന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 2ാമത് ആ പരിപാടി ആദ്യം തുടങ്ങാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ അത് ആ 23 ജനുവരി അവളോടുകൂടി മാതാവ് അത് പൂർണ്ണമായിട്ടും എന്നെ അതിൽ നിന്ന് മോചനം തന്നു എനിക്ക്. അതിനുശേഷം ഞാൻ ഇന്ന് വരയ്ക്കും ആ വഴികൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ എനിക്ക് ഞാനത് നിയോഗം വച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് നിയോഗത്തിൽ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് നമ്മുടെ ജോസഫ് അച്ഛൻ തന്നെ പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ നിയോഗം എന്താണെന്നുള്ളത് മാതാവിനറിയാം, നമ്മുടെ ആവശ്യങ്ങളും മാതാവിനറിയാം. എനിക്കൊരു ചെറിയൊരു അസുഖം വന്നു. ചെറിയൊരു അസുഖം എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയൊരു അസുഖമാണ്, കേൾക്കുന്നവർക്ക് അതൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ലായിരിക്കാം. അതായത് എനിക്ക് ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു ചൊറിച്ചിൽ പോലെ വന്നു. അപ്പോൾ ആദ്യമൊക്കെ അത് ചെറിയൊരു ചൊറിച്ചിലല്ലേ എന്ന് വെച്ചിട്ട് അതങ്ങനെ വിട്ട് കളഞ്ഞു. പിന്നെ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാൻ തുടങ്ങി. എപ്പോഴും അല്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ ചൊറിച്ചിൽ അത് അത്ര സുഖമുള്ള സ്ഥലത്തുള്ള ചൊറിച്ചിലല്ല, ആൾക്കാരുടെ മുന്നിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ.
അപ്പോൾ ഞാൻ അത് പല പ്രാവശ്യമായി ഇപ്പോൾ ഞാനിത് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് എനിക്ക് ഒരു ഡോക്ടറെ കാണാൻ പോയാലും പറയാനും നാണക്കേടാണ്, വേറെ ആളോട് പറയാനും പറ്റില്ല. അങ്ങനെ എനിക്ക് ഈ കാല് ഇടയ്ക്കൊക്കെ ഈ വണ്ടിമൊക്കെ നമ്മളെ ഈ കാല് തരിക്കുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ അത് വണ്ടിമ എവിടെയെങ്കിലും കൊള്ളണമെന്ന് ഞാൻ അറിയാറില്ല. അപ്പോൾ ഈ കാല് പൊട്ടണ കാരണം കൊണ്ട് ഞാൻ ബാത്റൂമിൽ ഒരു മാതാവിൻ്റെ ഒരു ഉടമ്പടി ഉപ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പ് ഞാൻ ചുടുവെള്ളത്തിലിട്ട് കാല് കഴുകണ മാതിരി ഞാനിതിങ്ങനെ 1-2 ദിവസമൊക്കെ കഴുകി. അപ്പോൾ കുഴപ്പമില്ല, അത് അങ്ങനെ കൊണ്ട് മാറിപ്പോയി. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം വന്നു. അപ്പോൾ അത് വന്നത് ഇത്തിരി ശക്തമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നടപടിയാവണ കാര്യമല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇനി എന്നിട്ട് മരുന്ന് ഇനിയിപ്പോൾ മാതാവിൻ്റെ ഞാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഈ ഉപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് ഉപയോഗിക്കുന്നതിലും നല്ലത് അത് നേരിട്ട് തന്നെ അതിൻ്റെ സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാലാണ് അത് നേരെയുള്ളൂ. അപ്പം ഞാനത് ഉടമ്പടി തൈലം ഒരു തുള്ളി ഞാൻ എൻ്റെ കയ്യിലെ വെല്ലമെടുത്ത് ഉടമ്പടി ഉപ്പ് കുറച്ച് വെച്ച് ഞാൻ ആ സംഗതി ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കൾക്കായാലും ഒരു വയ്യായ വന്ന ആദ്യം തന്നെ ഡോക്ടറെ കാണലായിരുന്നു ആദ്യത്തെ പരിപാടികളൊക്കെ. ഇപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ മരുന്നും ഉപ്പും ആണ്. ഉപ്പ് കൊടുക്കുക, ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു ടീസ്പൂണിൽ കൊടുക്കുക, തേൻ കൊടുക്കുക, മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശ് വരച്ച്, അങ്ങനെയൊക്കെയാണ് വീട്ടിലാർക്കും എന്ത് വന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഡോക്ടറെ കാണാൻ പോവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അതൊരു മാതാവിൻ്റെ ഏറ്റവും വലിയൊരു ഔഷധമായിട്ടാണ് ഞാനങ്ങനെ കാണുന്നത്. പിന്നെ എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ അതാണ്. പല രോഗങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ചുമയും ശ്വാസം മുട്ടുകൊണ്ട് ഞാൻ 1 കൊല്ലം ഉറങ്ങാണ്ടിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങാനേ നേരമുള്ളൂ. 9 മണിയാകുമ്പോഴേക്കും ഉറക്കം തുടങ്ങും. ഒരു നേരം പോലും ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റാണ്ടിരുന്നതാണ്. അത് മാതാവ് ഭയങ്കരമായ ഒരു പരീക്ഷണത്തിൽ കൂടെയാണ് എന്നെ ഇന്ന് മാറ്റി തന്നത്. കാരണം എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റണത് ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയും, അവർക്കൊക്കെ മാറ്റി കൊടുക്കാനുള്ളൂ, കുഴപ്പമില്ല. എൻ്റെ രോഗത്തിന് വരുമ്പോൾ മാതാവിന് ഒഴിവുമില്ല, നേരവുമില്ല. എനിക്കിതിന് മാതാവിന് എനിക്ക് എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൂടാ, അല്ലെങ്കിൽ എൻ്റെ സൗഖ്യം തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ പറയും. പക്ഷേ അത് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പല ധ്യാനങ്ങൾ ഈ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പാഠം നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ഇതിനൊരു തീരുമാനം മാതാവ് ഉണ്ടാക്കുള്ളൂ. ഇവന്മാരൊക്കെ കാലുമാറി എന്നാ പോവാന്നറിയില്ലല്ലോ. അപ്പോൾ അതിനുശേഷം എനിക്കിപ്പോൾ ഞാൻ മരുന്നൊക്കെ മേടിച്ച് കൊണ്ടുവന്നത് ഒരു 2 കൊല്ലം മുന്നേ മേടിച്ചത് വരെ വീട്ടിലേക്കുണ്ട്. അത് എൻ്റെ ജീവിത പങ്കാളി ഇടയ്ക്ക് പറയും, ആ മരുന്നൊക്കെ കഴിക്കുന്നില്ലേ, ചുമക്കിനുണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്ന മരുന്ന് അതിൻ്റെ ഫലം എന്തായാലും ഈ മേടിച്ചു കൊണ്ടെന്ന് വെച്ച മരുന്നിന് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞ മാതിരി കൺസ്ട്രക്ഷൻ്റെ വർക്കാണ് എനിക്ക്. അത് കുറച്ച് കാലങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടും ആർക്കും പണിയില്ലാത്തൊരു കാലമാണ്. അപ്പം ഞാൻ ഏകദേശം ഇങ്ങനെ നമുക്ക് ഇന്ന് ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് 10-20 കൊല്ലമൊക്കെ പഴക്കമുള്ള ഒരു പണിക്കാരൊക്കെ ഉണ്ട്. അവരുടെ ജോലിയെങ്കിലും മാതാവെ വഴി മുട്ടിക്കരുത് അവർക്ക്. അവർ വേറെ നമ്മളെ വിട്ടുപോകാത്ത ആൾക്കാരാണ്. അപ്പോൾ അത് മാതാവ് ഇന്ന് വരെ, ഈ നേരം വരെ, ഇന്നത്തെ ദിവസം വരെ അത് നടന്നു പോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പണികളൊക്കെ കുറഞ്ഞല്ലോ മാതാവേ, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു വഴി കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞു.
അപ്പോൾ എനിക്ക് കാണിച്ചു തന്നൊരു വഴി എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒരു 4-5 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു കുഞ്ഞ് വീട് പണിയാം, പണിക്കാരുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ആലോചിച്ചപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടത്താനുള്ള വഴി എൻ്റെ കയ്യിലില്ല. ഞാൻ വലിയ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഒരു ഇത്തിരി പൈസ എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് സ്വർണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ വിറ്റ് നമുക്കൊരു 5-6 സെൻറ്റ് സ്ഥലം മേടിക്കാമെന്നുള്ള തീരുമാനത്തിൽ അതൊക്കെ മേടിച്ചു. 7 സെൻറ്റ് സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ച് തറകെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ കാശിൻ്റെ പരിപാടി ഏകദേശം അത് തീർന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി തറ കെട്ടിയിട്ടിട്ട് കാര്യമില്ല മാതാവേ, ഒരാൾ വന്നാൽ ഇത് ഇങ്ങനെ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു വഴി കണ്ടു. അത് ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, പണി തുടങ്ങാമെന്നൊരു തീരുമാനമുണ്ട്, 1-2 കാര്യങ്ങളൊക്കെ ഒരു കുറിയുണ്ട്, അതൊക്കെ കിട്ടി. അപ്പോൾ വാർക്ക കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി കുറിയും കിട്ടാനില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല ആനും. അപ്പോൾ എനിക്ക് അടുത്ത പണി മാതാവ് തന്നാലല്ലാണ്ട് എൻ്റെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു വർക്ക് കിട്ടി. അതായത് അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വർക്ക്, ഒരു കുറച്ച് പൈസ നമുക്കത് കിട്ടി. ആ വീടിൻ്റെ പണി 100% കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയും ഡീസൻ്റായിട്ട് നല്ലൊരു വീട് ഞാൻ പണിതു. അത് വീടിൻ്റെ പണി കഴിഞ്ഞാലും മാതാവിൻ്റെ ഉത്തരവാദിത്തം കഴിയുന്നില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഇതെനിക്ക് വിറ്റ് തരണം, ഇതൊരു പണി ആയിട്ടാണ് ഞാൻ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. എനിക്ക് താമസിക്കാൻ വീടുണ്ട്, എൻ്റെ മക്കൾക്ക് താമസിക്കാനും വീടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ കൂടെ പണിയുന്നവരുടെ ഒരു പണിക്കാർക്കുള്ള പണിയും കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു വരുമാനം അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് എനിക്ക്. പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ എൻ്റെ പുതുക്കൽ 8ാമത്തെ പുതുക്കലായിരുന്നു. ഇത് ഇന്ന് 9ാമത്തെ പുതുക്കലാണ്. ഈ പുതുക്കലിന് ഞാൻ പുതുക്കൽ കഴിഞ്ഞ് താഴെ വന്ന് ഇവിടെ ഈ ഉടമ്പടി മാതാവിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണ രൂപത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ കുറച്ച് പേരെ വീതം വിളിച്ച് നമ്പർ വിളിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് മറ്റേ ടോക്കണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവിനെ ഒന്ന് കിട്ടിങ്ങി ഒന്ന് എടുക്കായിരുന്നു അതൊരു. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിനോട് യോഗ്യതയുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെ പറഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വിളിച്ചു. അപ്പം ഞാനവിടെ ആ മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ ഈ ഇത് ടോക്കൺ കൊടുക്കുന്ന ആൾ വന്നിട്ട് എല്ലാവരും 4 ടോക്കൺ 5 ടോക്കണാണുള്ളത്. അതിലൊരെണ്ണം ലാസ്റ്റ് വന്നത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. എനിക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാനത് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു വല്ല കൊടയോ മുത്തുകൊടയോ അല്ലെങ്കിൽ മെഴുതിരിക്കാലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ചെന്ന് പിന്നെയാണ് ഞാൻ ഇത് നോക്കിയപ്പോൾ ഇത് എനിക്ക് ഈ മാതാവിനെ കിട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായി, യോഗ്യതയ്ക്ക് എല്ലാവരിലും കൂടുതൽ യോഗ്യത മാതാവിനെടുക്കാൻ എനിക്കുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരി നല്ല അതിൻ്റെ കാര്യങ്ങൾ പോണെന്നുള്ള കാര്യം ഉറപ്പായി. എനിക്ക് മാതാവിനെ കിട്ടി, മാതാവിനെടുക്കാനുള്ള യോഗം കിട്ടി. അപ്പോൾ തന്നെ എൻ്റെ മോള് കുഞ്ഞ് ക്ലാസ്സിലാണ് പഠിക്കണമെങ്കിലും അവൾക്ക് മലയാളം അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കഴിവുള്ള ആൾക്കാരല്ലെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്താലും പറഞ്ഞു കൊടുക്കാനായിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ വെറും 5ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ആളാണ്. ഞാൻ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടേണ്ടത് എൻ്റെ മനസ്സിൽ എൻ്റെ തലയിലേക്ക് ഈശോ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ജോലിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ മുത്തുകൂടെ പിടിക്കുന്ന ആൾക്കും ഈ കാര്യങ്ങൾ കിട്ടും. ഈ മാതാവിനെ പിടിക്കാനും ഇതിൻ്റെ കാര്യങ്ങളും ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും എന്നെ സഹായിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായി VP ജോസഫ് അച്ഛന് എന്ത് കാര്യം ബൈബിളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരുന്ന ആൾ
അച്ഛനാണ്. ഇവിടെ ഓരോ കാര്യങ്ങളും ഈ അമ്മയുടെ തിരുസന്നിധിയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും, സിസ്റ്റർമാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാലോ കോടി നന്ദി പറയുന്ന അമ്മയെ. ഭക്ഷണം വീട്ടിൽ വെച്ചാണ് കൊണ്ടു കൊടുക്കാറ്. അത് എൻ്റെ മരുമോളും എൻ്റെ ഭാര്യയും ഞാനൊക്കെ പാടപടിയാണ്. പക്ഷെ ഇപ്പോൾ 3 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തടസ്സങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ചോറ് വെച്ച് കൊണ്ടുപോകും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി ഒരു 10-15 ബിരിയാണിയൊക്കെ മേടിച്ച് ഈ പാവപ്പെട്ട ആൾക്കാർക്ക്. അപ്പം ഞാനും വിചാരിക്കും അവരും വല്ലപ്പോഴൊക്കെ ബിരിയാണിക്ക് തിന്നട്ടെ, നമ്മൾക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. മരുന്നിനൊന്നും പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതൊക്കെ അറിയാൻ എനിക്ക്. ഞാൻ പറ്റാവുന്ന ആൾക്കാർക്ക് ഇത് നമ്മൾ സമൂഹത്തിനെ വിളിച്ച് പറഞ്ഞറിയിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് 10 രൂപ എനിക്ക് കിട്ടിയ അതിന്നൊരു 5 രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു മനസ്സെനിക്ക് പണ്ടേ ഉള്ളതാണ്. ഇപ്പം മാതാവിൻ്റെ അരുത്ത് വന്നതോടുകൂടി അത് കുറച്ച് കൂടുതലായി. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനും പത്രം വിതരണം ചെയ്യാനും എല്ലാത്തിനും എനിക്കൊരു മടിയുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനും ഈശോയ്ക്കും വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. യേശുവേ നന്ദി, മാതാവേ സ്തുതി.